നിന്നോട് എവിടെയും പോണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. രാവിലെ എവിടെ പോയേ? നിന്നോടല്ലേ ചോദിക്കുന്നേ? ഗ്രോസറീസ് വാങ്ങാൻ പോയതാ. എന്നോട് പറഞ്ഞ് ഞാൻ കൊണ്ടുവരില്ലേ? നീ കിടക്കുമായിരുന്നു. ഉറങ്ങുന്നെങ്കിൽ എന്താ? ഉറക്കമുണർന്നാലോന്ന് കരുതി. ഡോർ അടച്ചിട്ടുമില്ല. ഞാൻ വരാൻ വൈകിയ നീ ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതി ഡോറ് തുറന്ന് ബാഗ് എടുത്ത് പോയതാ. ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോയാ? ദീപു, എനിക്കറിയാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നിനക്ക് ഇഷ്ടമല്ലാന്ന്. എന്നാൽ പുറത്തിറങ്ങി അടങ്ങുന്നത് നല്ലതിനല്ല. നീ ആരുടെയും കണ്ണിപ്പെടാതെ സൂക്ഷിക്കണം. ഞാൻ പുറത്തു പോകുമ്പോൾ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടാ പോകുന്നേ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ഞാൻ മാത്രമേ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പുറത്താരും കാണാതെ ഞാൻ വരുന്നതും പോകുന്നതും. മനസ്സിലാക്ക്. ഇങ്ങനെയൊക്കെ നോക്കിയാലേ രക്ഷയുള്ളൂ. വേഗം വരാന്നാ കരുതിയേ, ലേറ്റായിപ്പോയി അതാ. ശരി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. ശരി. രാഹുൽ, നമ്മളെപ്പോഴാ ഓസ്ട്രേലിയക്ക് പോകുന്നേ? ദീപു, നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ? നമ്മൾ കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിച്ചേ പറ്റൂ. ഇനി വീടാരും വാങ്ങിയില്ലേ? അതല്ല സംഗതി. നമ്മൾക്കിവിടെ ഒരുപാട് ദിവസം കഴിയാൻ പറ്റില്ലെന്നറിയാലോ. അറിയാം. ഞാനിവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്താലൊന്ന് ആലോചിക്കുക. തീർച്ചയായും ഇപ്രാവശ്യം ഒരു കരപറ്റും. രാഹുൽ, ഇത് നിന്റെ വിജയത്തിന്റെ കാര്യമല്ല, എന്റെ ജീവന്റെ കാര്യമാണ്. പെട്ടെന്ന് വീട് വിറ്റ് നമ്മൾ ഇന്ത്യ വിട്ടു പോകണം. അതാണ് പ്ലാൻ. അത് തന്നെ നടക്കൂ. ഇതിലൊരു മാറ്റവും ഇല്ല. അറിയാം ദീപു, എന്നാൽ ഈ ബിസിനസ് വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ദൈവമേ, നിന്നെ വിശ്വസിച്ച് ഞാൻ മണ്ടി. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാ. ഇത് വിജയിച്ചാ പിന്നെ നമ്മൾ കോടീശ്വരന്മാരാ. നോ, ഇത് നിനക്ക് വേണ്ടി മാത്രാ. നിനക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാ. എനിക്കിപ്പോഴത് മനസ്സിലാവുന്നത്. സാക്കിറിനെ കൊന്നത് ഞാനല്ലേ? സമീർ വന്ന എന്നെയാ കൊല്ലുന്നത്, നിന്നെയല്ല. അതല്ലേ നിന്റെ ധൈര്യം? എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഓർമ്മയുണ്ടോ നിനക്ക് നിന്റെ ബിസിനസ്സിൽ ലോസ് വന്നപ്പോൾ ഞാൻ എത്ര സഹായിച്ചു എന്ന്? എന്തുകൊണ്ടെന്നാ നീ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ്. രണ്ടുപേരും സ്നേഹിക്കുമ്പോൾ ഒരാൾക്ക് കഷ്ടം വന്നാ മറ്റേയാൾ സഹായിക്കുന്നതാ യഥാർത്ഥ സ്നേഹം. അതാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്. ദീപു, നീ എന്തായി ചെയ്യുന്നേ? ഞാനിവിടുന്ന് പോവാ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നിനക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നിന്നോട്. സമീറിന് എന്നെ അറിയില്ല, നിന്നെയും അറിയില്ല, ഒരാൾക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നമ്മളെ കണ്ടുപിടിക്കാനും കഴിയില്ല. കഷ്ടം തന്നെയാ, എന്നാ നടക്കാത്ത കാര്യമൊന്നുമല്ല. നിനക്ക് സമീറിനെ അറിയാത്തോണ്ടാ. മാളത്തിലുള്ള എലിയെ വരെ അവൻ പുറത്ത് ചാടിക്കും. മാറ്. ശരി, വീട് വിറ്റിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോവാം. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ശരിക്കും വിശ്വാസമില്ല? ആരാ? രാഹുലുണ്ടാ? ഞാനാണ് രാഹുൽ. പറയൂ. ഞാനും രാഹുലാ, നിന്റെ കളിക്കൂട്ടുകാരൻ രാഹുൽ. 7th ക്ലാസ്, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ. രാഹുൽ,
ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ സുഖമാണോ നിനക്ക്? നല്ലത്. നിന്റെ അമ്മ ട്രാൻസ്ഫർ ആയതിനു ശേഷം നീ ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ലല്ലേ? സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ വരാറില്ല. എന്താ ഇതുവരെ കാണാൻ വന്നില്ല? ചില തിരക്ക്. ശരി, അകത്തോട്ട് വാടാ. പിന്നീടാകാം. ആക്ച്വലി ഞാൻ വന്നത് എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതിന് നിൻ്റെ ഹെൽപ്പ് വേണം. ഈ റിയൽ എസ്റ്റേറ്റ് ലോകത്തിൽ നീ മയങ്ങി വീണോ? എനിക്കിഷ്ടം ബിസിനസ്സാണ്, പാഷൻ. എന്നാൽ ചെയ്ത ബിസിനസ്സൊക്കെ നഷ്ടമാണ്. അഡ്വർടൈസിങ്, ട്രാവൽസ്, ഇലക്ട്രോണിക്സ്, സ്റ്റോക്സ്, ട്രേഡിംഗ്, എല്ലാത്തിലും പരാജയം. എന്തുകൊണ്ടോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ജയിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതിലെന്താ എത്ര വിശ്വാസം? ഈ ബിസിനസ്സിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഈ ലോകത്ത് ജീവിക്കാനും തലചായ്ക്കാനും എല്ലാവർക്കും ഒരു സ്ഥലം വേണം. നമ്മൾ ആ സ്ഥലം വച്ചാണ് ബിസിനസ് ആരംഭിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും സ്വകാര്യ സ്വപ്നമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ജനങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. എപ്പോഴൊരാളുടെ ആവശ്യങ്ങൾ ഇമോഷനിൽ ഒട്ടി നിൽക്കുന്നുവോ അപ്പോൾ മുതൽ ആ ബിസിനസ് വിജയം ഉറപ്പായി. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ കയ്യിലുള്ള പ്ലോട്ടിന് ആവശ്യക്കാരെ കണ്ടുപിടിക്കുക. എങ്ങനെയുള്ള സഹായം വേണ്ടേ? നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ബിസിനസ് ആരംഭിക്കാം. ഇവനെവിടെയെങ്കിലും കണ്ടോ? കണ്ടില്ല. രാഹുൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടി നിന്റെ സിനിമ വിട്ടുവരാൻ തീരുമാനിച്ചോ? ഞാൻ ചോദിച്ചതിന് നിന്റെ തീരുമാനം പറഞ്ഞില്ല. എനിക്ക് ചില വിവരം അറിയണം. ചോദിക്ക്. അല്ല, ഞാൻ തന്നെ എന്തിനാ? നിനക്കൊറ്റയ്ക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ വേറൊരാളെ കൂടെ കൂട്ടാം. അല്ല, എന്നെ തന്നെ എന്തിനാ പെടുത്തിയത്? ഈ നാട്ടിൽ നന്നായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആരാന്ന് അന്വേഷിച്ചപ്പോൾ നിന്നെ എനിക്ക് കിട്ടിയത്. ഈ ആർ കമ്പനി നന്നായി ജോലി ചെയ്യുന്നു. 1 വർഷം മുമ്പ് വരെ നന്നായി പ്രവർത്തിച്ചിരുന്ന ഈ കമ്പനി ഇപ്പോൾ ഡൗണായി. അതിൻ്റെ കാരണം എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ എങ്ങനെ? നീ ബിസിനസ് ആരംഭിച്ച 6 മാസത്തിനിടയ്ക്ക് 50 പ്ലോട്ട് വിറ്റിട്ടുണ്ട്. അതിലൊന്ന് കമ്മീഷൻ വാങ്ങിയാ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാൽ അതിനുശേഷം എന്താ ഉണ്ടായേ? ഇൻട്രസ്റ്റ് ഇല്ലാതെ അതെ, എന്തുകൊണ്ട് പോയി? ഒരാൾ എന്നെ വിട്ട് ദൂരെ പോയി. ഇനിയൊന്നും എന്നോട് ചോദിക്കരുത്.